ഹെവി ബ്ലൗസും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ അല്ലെങ്കിൽ ഫ്ലോയി ആയിട്ടുള്ള ഏതെങ്കിലും ഫാബ്രിക്സ് വെച്ചിട്ടുള്ള ലെഹങ്ക സ്കേർട്ടും ആൻഡ് നെറ്റ് ദുപ്പട്ടയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ഒരു ലെഹങ്ക നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ റീല്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി ആണോ ചൂസ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് എംബ്രോയിഡറി കുറച്ചും കൂടെ റിച്ചർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിൽ വരുന്നതായിരിക്കണം. ഇപ്പം ഈ ഒരു ബ്ലൗസിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇതിൽ നമ്മൾ സരി യൂസ് ചെയ്തിട്ടുണ്ട്, ജർദോസി യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ ഒരു നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദർ ആർ lot of elements because സ്കേർട്ട് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡറബിളി വർക്ക് കുറവോ അല്ലെങ്കിൽ ഫില്ലിങ്സ് കുറവോ ഉള്ള സ്കേർട്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം ബ്ലൗസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇനി ബ്ലൗസ് വർക്ക് ചെയ്തിട്ട് സ്കേർട്ട് ഭയങ്കര പ്ലെയിൻ ആണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ടെക്സ്ചർ കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഈ ഒരു സ്കേർട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ട് താഴെ വരെ അത് കൊണ്ടുവന്നു അയൺ ചെയ്തെടുത്തു. അപ്പോൾ ഒരു ടെക്സ്ചർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം വർക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ എടുത്തിട്ട് നമുക്ക് ബെൽറ്റിൽ ചേരുന്ന ഒരു പാറ്റേൺ എടുത്തിട്ട് നമുക്ക് ബെൽറ്റിലും വർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ബെൽറ്റിലെ പാറ്റേൺ നമുക്ക് ദുപ്പട്ടയിൽ കൊടുക്കാം. അല്ല കുറച്ചും കൂടെ വർക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ദുപ്പട്ടയിൽ നമുക്കൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വർക്കായിട്ട് കൊടുക്കാം. ഇങ്ങനത്തെയൊക്കെ ഒരു ലെഹങ്ക സെറ്റ് നമുക്ക് ബഡ്ജറ്റിനനുസരിച്ചാണ് ഈ എംബ്രോയിഡറി നടക്കുന്നത്. അതായത് നമുക്ക് ഇതിപ്പോൾ ഫുൾ ജർദോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റിച്ചറായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അപ്പം എബവ് ഒരു 30K വരുന്ന ഒരു ബഡ്ജറ്റിലോട്ട് അത് പോകും. പക്ഷെ അതല്ല കട്ട് ബീച്ചിൽ മാത്രമാണെങ്കിൽ ബഡ്ജറ്റ് ഇനിയും നമുക്ക് കുറച്ച് കൊണ്ടുവരാം.